പിറ്റേന്ന് രാവിലെ ആമയെ ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖമമർത്തി കിടക്കുകയാണ് ജോ. അവൾ അവൻ്റെ കൈ എടുത്തു മാറ്റിയതും അവൻ ഒന്നുകൂടി അവളെ ഇറുക്കി പിടിച്ചു. ഇച്ചായ, സമയം ഒരുപാടായി, ഞാൻ കുളിക്കട്ടെ? വേണ്ട, നമുക്കൊന്നിച്ച് പിന്നെ കുളിക്കാം. നീ ഇവിടെ കിടക്ക്. അയ്യേ, അങ്ങോട്ട് മാറിക്കേ. അവൾ ബലമായി അവൻ്റെ കൈകളെ വിടിയിക്കാൻ ശ്രമിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് തലവെച്ച് കിടന്നു. ഇച്ചായ, അവൾ കൊഞ്ചലോടെ വിളിച്ചു. മിണ്ടാതെ കിടക്കടി, വെറുതെ രാവിലെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അവൻ കുറച്ച് കനപ്പിച്ച് പറഞ്ഞതും അവൾ പിന്നെ ഒന്നും മിണ്ടാതെ കിടന്നു. അവൻ അവളുടെ ഒരു കൈ എടുത്ത് അവൻ്റെ തലയിൽ വെച്ചു. അതെന്തിനാണെന്ന് മനസ്സിലായ അവൾ അവൻ്റെ തലയിൽ വിരലുകൾ കോർത്ത് മസാജ് ചെയ്തു. അവൻ ഒന്നുകൂടി അവളിലേക്ക് അമർന്നുകൊണ്ട് ചുരുണ്ടുകൂടി. രാവിലെ ഫ്രഷായി ഇറങ്ങിയ മനു ചിന്നു ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ടതും അങ്ങോട്ട് നടന്നു. ചിന്നു, അവൻ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. ഞാൻ പുറകെ നടന്ന് സോറി പറയുന്നില്ലേ ചിന്നു? നിനക്കെന്താ എന്നോടൊന്ന് മിണ്ടിയാൽ? ഒരാൾ താഴ്ന്നു തരുന്നതിന് ഒരു പരിധിയുണ്ട്, അത് നീ മറക്കരുത്. അവൻ കുറച്ച് ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. എന്നോട് മിണ്ടാനും എൻ്റെ മുൻപിൽ താഴ്ന്നു തരാനും ഞാൻ മനുവേട്ടനോട് പറഞ്ഞില്ലല്ലോ. ചിന്നു, ഞാൻ ചെയ്തത് തെറ്റാണ്, സമ്മതിക്കുന്നു. അതിന് ഞാൻ സോറിയും പറഞ്ഞു. പിന്നെയും നീ എന്തിനാ ഈ മുഖവും വീർപ്പിച്ച് നടക്കുന്നത്? ഇത് എൻ്റെ മുഖമല്ലേ? എൻ്റെ മുഖം ഇങ്ങനെയാണ്. അതിന് മനുവേട്ടൻ എന്താ? നിനക്ക് എന്നെ കാണുമ്പോൾ മാത്രമാണല്ലോ ഈ വീർപ്പിക്കൽ. ബാക്കി എല്ലാവരെയും കാണുമ്പോൾ നിനക്ക് ചിരിക്കാനും സംസാരിക്കാനും അറിയാലോ. അതെൻ്റെ ഇഷ്ടമല്ലേ, ആരെ കാണുമ്പോൾ ചിരിക്കണം ചിരിക്കേണ്ട എന്നൊക്കെ. അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഒന്ന് നിന്നേ, അവൻ പറഞ്ഞതും അവൾ നിന്നു. പിന്നെ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞ് അവനെ നോക്കി. ഞാൻ നിനക്ക് 2 സാധനങ്ങൾ മൂന്നാറിൽ വെച്ച് തന്നായിരുന്നു. നീ മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. ഒന്ന് എൻ്റെ ഷർട്ട്, അത് എൻ്റെ പുതിയ ഷർട്ടാണ്. പോകാൻ നേരം ഞാൻ വാങ്ങിയ ഷർട്ട്, അതെനിക്ക് തിരികെ വേണം, തേച്ച് വൃത്തിയാക്കി തന്നെ വേണം. 2, ഞാൻ ബാത്റൂമിൽ വെച്ച് ഹോട്ടായിട്ടൊരു സാധനം തന്നായിരുന്നല്ലോ, അതും എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ, എക്സ്ക്ലൂസീവ്. കാരണം അത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ നിനക്ക് എന്നോട് മിണ്ടാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഇത് രണ്ടും എനിക്ക് തിരികെ തന്നിരിക്കണം. മനു പറഞ്ഞതും അവളുടെ കിളികളെല്ലാം കൂടും കുടുക്കയും എടുത്ത് ആ ദേഷ്യം വിട്ടിരുന്നു. അവളുടെ നിൽപ്പ് കണ്ട് മനുവിന് ചിരി വന്നു. അപ്പോൾ തരുവല്ലേ? അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അത് അത് ഞാൻ മിണ്ടാം. ഓ, വേണമെന്നില്ല. ഇത്രയും ദിവസം വയ്യായിരുന്നല്ലോ, ഇനി മിണ്ടണമെന്നില്ല. ഇത് രണ്ടും തന്നാൽ മതി. ഈ മിണ്ടാത്തവരുടെ കയ്യിൽ എൻ്റെ സാധനങ്ങളൊന്നും ഇരിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അവൻ അവളുടെ മുൻപിൽ വന്ന് കൈകെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് അത് പിന്നെ ഷർട്ട് ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ തരാം. അപ്പോൾ മറ്റേതോ, എക്സ്ക്ലൂസീവ്? അവൻ പുരികം പൊക്കി ചോദിച്ചു. അതൊന്നും തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് മിണ്ടാത്തവർ എൻ്റെ ഒരു കാര്യങ്ങളും കയ്യിൽ വെക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഒന്നെങ്കിൽ ഞാൻ തന്നത് തിരികെ തരണം, ഇല്ലെങ്കിൽ എന്നോട് സംസാരിക്കണം. നിനക്കിപ്പോൾ തീരുമാനിക്കാം എന്ത് വേണമെന്ന്. അവളുടെ ദയനീയാവസ്ഥ കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനിനി മനുവേട്ടനോട് പിണങ്ങിയിരിക്കില്ല, ഞാൻ മിണ്ടിക്കോളാം. അവൾ അവനെ നോക്കാതെ മറുപടി പറഞ്ഞു. പഴയതുപോലെ മിണ്ടുവോ? മിണ്ടാം. ഞാൻ സംസാരിക്കുമ്പോൾ ഇനി ഒഴിഞ്ഞു മാറാൻ നിൽക്കോ? ഇല്ല. ശരി, എങ്കിലൊക്കെ. ഇപ്പോഴത്തേക്ക് ഞാൻ വിട്ടേക്കാം. അപ്പോൾ ഷർട്ട് എങ്ങനെയാ, വൈകിട്ട് തരില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. തരാം. ശരി, എങ്കിൽ പൊക്കോ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കാതെ താഴെ കൂടി. അവളുടെ ഓട്ടം കണ്ട് അവൻ ചിരിച്ചു. നിക്കു മുറിയിൽ നിന്നും ഫോൺ നോക്കി ഇറങ്ങി വന്നതും ജെനിയുമായി കൂട്ടിയിടിച്ചു. അവൾ വീഴാൻ പോയതും അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് വീഴാതെ ബാലൻസ് ചെയ്ത് പിടിച്ചു. അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. താഴെ വീണില്ലെന്ന് തന്നെ ആരോ പിടിച്ചിരിക്കുന്നതുമായി തോന്നിയ അവൾ കണ്ണുകൾ തുറന്നു നോക്കി. തൻ്റെ മുഖത്തിനടുത്ത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന നിക്കുവിനെ കണ്ടതും അവൾക്ക് വെപ്രാളം തോന്നി. അവൾ അവൻ്റെ കൈ വിടിയിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അത്രത്തോളം അവളെ ഇറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. ഏട്ടാ, വിട്. അവൾ പറഞ്ഞതും പെട്ടെന്ന് അവന് ബോധം വന്നു. അവൻ അവളുടെ ഇടുപ്പിൽ നിന്നുമുള്ള പിടിവിട്ടു. ജെനി. അവൾ പോകാൻ തുടങ്ങിയതും അവൻ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. വൈകിട്ട് എൻ്റെ കൂടെ പുറത്തു വരാവോ? എനിക്ക് ഒരു ഫ്രണ്ടിൻ്റെ ഡ്രസ്സ് എടുക്കാനാ. എനിക്ക് സെലക്ഷൻ അറിയില്ല. അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി. പ്ലീസ് വരാവോ? അവൻ ചോദിച്ചതും അവൾക്ക് എതിര് പറയാൻ തോന്നിയില്ല. വരാം. അവൾ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു. അവൾ പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങി. അനു രാവിലെ എഴുന്നേറ്റ ഉടനെ സുഭദ്രയ്ക്ക് ഫോൺ ചെയ്തു. അമ്മേ. എന്തോ, ഇപ്പോഴാണോ എൻ്റെ മോളെ എഴുന്നേറ്റത്? അമ്മ രാവിലെ മുതൽ മോളുടെ ഫോണും നോക്കിയിരിക്കുകയായിരുന്നു. അതെയോ, ചക്കരുമ്മ. ഇന്നലത്തെ ക്ഷീണം കാരണം എഴുന്നേൽക്കാൻ താമസിച്ചു അമ്മേ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞോ? കഴിച്ചോ നീ? കുളിച്ചു. ഇല്ലമ്മേ, കഴിച്ചില്ല. ഇവിടെ എല്ലാവരും എഴുന്നേൽക്കുന്നതേ ഉള്ളൂ. അമ്മ നാളെ വരില്ലേ? ഞാനോ ദേവനോ? അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പോ അമ്മേ, കളിയാക്കാതെ. പറയ്, വരില്ലേ?
അവൾ ആകാംക്ഷയോട് ചോദിച്ചു. നാളെ ദേവൻ എന്തോ അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടടി, മറ്റന്നാൾ പോകാമെന്ന് പറഞ്ഞു അവൻ. ഇതിപ്പോൾ ഓരോ ദിവസം പറഞ്ഞിട്ട് കല്യാണത്തിന് നിങ്ങൾ വരുമോ? അവൾ പറഞ്ഞുകൊണ്ട് പരിഭവിച്ചു. നീ തന്നെ നിന്റെ ദേവേട്ടനോട് ചോദിച്ചു നോക്ക്. അവൻ പറയുന്നതല്ലേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ ദേവേട്ടൻ്റെ നമ്പറില്ല. അതിനെന്താ, നീ എഴുതിയെടുത്തോ, ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നീ തന്നെ ചോദിക്കുക അവനോട്. അവർ ദേവൻ്റെ നമ്പർ അവൾക്ക് പറഞ്ഞു കൊടുത്തതും അവളത് ഫോണിൽ സേവ് ചെയ്തു. ശരി എങ്കിലേ ഞാൻ എൻ്റെ ഭാവി കെട്ടിയവനെ ഒന്ന് വിളിക്കട്ടെ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോടി, ഇപ്പോൾ നിനക്ക് എന്നെ വേണ്ട അല്ലേ? സുഭദ്ര പിണക്കം നടിച്ചു. അച്ചോടാ, എൻ്റെ സുന്ദരിക്കുട്ടി പിണങ്ങല്ലേ. എനിക്ക് നിങ്ങളെ കാണാനുള്ള കൊതി കൊണ്ടല്ലേ ഞാൻ ദേവേട്ടനെ വിളിച്ചിട്ട് നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ പറയട്ടെ. ശരി ശരി, നീ വിളിക്ക്, അവർ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അവൾ ചിരിച്ചുകൊണ്ട് ദേവേട്ടൻ എന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു. ഹലോ. അവൻ കോൾ എടുത്തതും അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. അവൾക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു. വെക്കണ്ടായിരുന്നു, അവൾ സ്വയം പറഞ്ഞുകൊണ്ട് വീണ്ടും കോൾ ചെയ്തു. ഹലോ, ആരാ? അവൻ വീണ്ടും കോൾ എടുത്തുകൊണ്ട് ചോദിച്ചു. ദേവേട്ടാ. അവൾ വിളിച്ചതും അവൻ ഞെട്ടി. അനു. അവൻ തിരികെ പറഞ്ഞതും അവൾക്ക് സന്തോഷമായി. അവളുടെ സൗണ്ട് തിരിച്ചറിഞ്ഞല്ലോ എന്ന് അവൾ ഓർത്തു. ദേവേട്ടാ, ഞാൻ ഞാൻ വിളിച്ചത് നാളെ വരാമെന്ന് പറഞ്ഞിട്ടെന്താ മറ്റന്നാൾ വരാമെന്ന് പറഞ്ഞത്? അതറിയാനാ. നാളെ വരുമോ? നാളെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു മീറ്റിംഗ് ഉണ്ടടി, അതുകൊണ്ടാ. മറ്റന്നാൾ വൈകിട്ട് ഞാനും അമ്മയും കൂടി വരാം. അവൾ മൂളി. അത് കേട്ടതും അവൾക്ക് വിഷമമായെന്ന് അവന് മനസ്സിലായി. നീ എന്നാ തിരികെ പോകുന്നത്? ഞാൻ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പോകും ദേവേട്ടാ. ഇത് നിൻ്റെ നമ്പറാണോ? അതെ. ഓക്കെ. എനിക്ക് കുറച്ച് തിരക്കുണ്ടാനു, ഞാൻ പിന്നെ മെസ്സേജ് ചെയ്യാം. അവൾ മൂളിക്കൊണ്ട് ഒന്നും പറയാതെ ഫോൺ വെച്ചു. അവൻ അവളെ ഇഷ്ടമാണെന്നുള്ള രീതിക്കൊന്നും സംസാരിക്കാഞ്ഞതും അവൾക്കും വിഷമം വന്നിരുന്നു. ഇച്ചായ. കുളിച്ചിട്ടിറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൾ വിളിച്ചു. അവൻ മൂളി. അത് പിന്നെ എന്താ അമ്മി? അത് ഇച്ചായൻ എന്നോട് ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടേണ്ട കാര്യമാണെങ്കിൽ ദേഷ്യപ്പെടും. നീ കാര്യം പറയ്. ഇച്ചായ, അത് നമ്മുടെ വിവാഹത്തിന് അത് പിന്നെ അന്ന് അങ്കിളിനെ അമ്മയും കൂടി വിളിക്കുവോ? അവൾ പേടിച്ച് ചോദിച്ചു. അവൻ അവളെ നോക്കി. അവൾ അവനെ നോക്കാതെ കുനിഞ്ഞ് കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. വിളിക്കാം, അവൻ പറഞ്ഞതും അവൾ തലയുയർത്തി അവനെ നോക്കി. ശരിക്കും? അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു. ശരിക്കും. നമുക്ക് പോയി അവരെ വിളിക്കാട്ടോ, വൈകിട്ടാവട്ടെ. അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവനും അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. നിനക്ക് എങ്ങനെയാടി ഇങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നത്? അറിയില്ല ഇച്ചായ, അവൾ പറഞ്ഞതും അവൻ അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു. ഇച്ചായന് ഇഷ്ടമുണ്ടായിട്ടാണോ അതോ ഞാൻ പറഞ്ഞതുകൊണ്ടാണോ അവരെ വിളിക്കാമെന്ന് സമ്മതിച്ചത്? അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി സംശയത്തോട് ചോദിച്ചു. നിന്റെ സന്തോഷമാടി എനിക്ക് വലുത്. അവരെ വിളിക്കുന്നത് നിനക്ക് സന്തോഷമാണെങ്കിൽ പിന്നെ ഇച്ചായൻ എന്താ? അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് പോയൊന്ന് പറയാം. അങ്കിള് വരുവാണെങ്കിൽ വരട്ടെ. അങ്കിള് പാവുക. എന്നെ ഭയങ്കര ഇഷ്ടമായ ഇച്ചായ അങ്കിളിന്. അങ്കിൾ എപ്പോഴും പറയും അങ്കിളിൻ്റെ മക്കളാണ് ഞാനും ചേച്ചി എന്ന്. ജിൻസനെ അന്നേ അങ്കിളിന് ഇഷ്ടമല്ല. അയാളുടെ സ്വഭാവത്തെ അങ്കിൾ എപ്പോഴും എതിർക്കായിരുന്നു. അവൻ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് അമ്മയായിരുന്നു. അങ്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ജനിക്ക് അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. അവനൊന്ന് മൂളി. ഇച്ചായ, പിന്നെ ഒരു കാര്യം പറയട്ടെ? ഇച്ചായൻ ചെന്ന് ചോദിക്കുവോ? എന്താടി? ചോദിക്കില്ലെന്ന് സത്യം ചെയ്യ്, അപ്പോൾ പറയാം. അവൾ കൈകൾ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ശരി, നീയാണ് സത്യം, ഞാൻ ചോദിക്കില്ല. എന്താ കാര്യം? അത് നിക്കുചേട്ടന് നമ്മുടെ ജെനിയെ ഇഷ്ടമാണോ എന്നൊരു ഡൗട്ട്. അവളെന്തോ കണ്ടുപിടിച്ചതുപോലെ അവനോട് പറഞ്ഞു. അത് കേട്ട് അവൻ ചിരിച്ചു. എന്തിനു ചിരിക്കുന്നേ? അവൾ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് മുഖം വെറുപ്പിച്ചു. അത് ഡൗട്ടല്ല, സത്യവാ. അതിപ്പോൾ തുടങ്ങിയതുമല്ല, കുറേ നാളായി. പക്ഷേ അവൻ അവളോടത് തുറന്നു പറഞ്ഞിട്ടില്ല. ഇച്ചായൻ അറിയുമോ അത്? അറിയാം. അല്ല, നിനക്കെങ്ങനെ മനസ്സിലായി? നിക്കുചേട്ടൻ ജെനിയെ മാത്രം ഭയങ്കര കെയറിങ് ആണ്. കടയിലൊക്കെ കയറിയാലും എപ്പോഴും അവൾ എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഒറ്റയ്ക്ക് അവൾ എങ്ങോട്ടേലും മാറിയാൽ അപ്പോൾ അവളുടെ പുറകെ പോകും. നിക്കുചേട്ടൻ്റെ കണ്ണ് എപ്പോഴും അവളുടെ മുഖത്താണ്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് പണ്ടേ അവനെ സംശയം ഉണ്ടായിരുന്നു. അവൻ്റെ നോട്ടവും അവളെ കാണുമ്പോൾ ഉള്ള അവൻ്റെ കണ്ണിലെ തിളക്കവും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവളെ കാണാൻ വേണ്ടി മാത്രം അവൻ എന്നെ തിരക്കി ഇവിടെ വരും. അവനായിട്ടൊന്നും പറയാത്തത് കൊണ്ട് ഞാനും അവനോട് ചോദിക്കാൻ പോയിട്ടില്ല. അവൻ എന്തെങ്കിലും തുറന്ന് പറയട്ടെ എന്ന് കരുതി. പക്ഷെ അതിനു മുൻപ്
അവൻ ബാക്കി പറയാതെ നിർത്തി. നിനക്കറിയോ അവൻ ആദ്യമായിട്ട് വെള്ളമടിച്ചത് എന്നാണെന്ന്? ജെനി ആത്മഹത്യക്ക് ശ്രമിച്ച് ഹോസ്പിറ്റലിലായ ദിവസം. അന്നാണ് എല്ലാം തകർന്നവനെ പോലെ അവൻ ഹോസ്പിറ്റലിൽ വന്നത്. അന്നത്തെ അവൻ്റെ ദയനീയമായ നോട്ടം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആമി. കണ്ടു നിന്ന ഞാൻ വരെ തകർന്നു പോയി. അവൾക്ക് ബോധം വരുന്നതിന് മുൻപേ അവൻ അവിടെ നിന്നും പോയിരുന്നു. അന്ന് വൈകിട്ടാണ് അവനെ വെള്ളമടിച്ച് ഫിറ്റായി ഞാൻ കാണുന്നത്. അവൻ്റെ ബൈക്ക് ഏതോ ഒരാളുടെ കാറുമായി കൂട്ടിയിടിച്ചു. പോലീസ് കേസൊക്കെ ആയി. ഇവൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ്. പിന്നെ ഞാനത് ഒതുക്കി തീർത്തു. അന്ന് മനുവിനും മനസ്സിലായി അവൻ്റെ മനസ്സ്. പിന്നെ അവൻ അവളെ കാണുന്നത് ഇവിടെ വരുമ്പോഴാണ്. അതിനിടയ്ക്ക് ഒരു തവണ പോലും അവനവളെ കാണാൻ വന്നിട്ടില്ല. ഞങ്ങൾ ചോദിച്ചാലും ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറും. ഒരു തവണ ഞാൻ നേരിട്ട് അവനോട് ചോദിച്ചു ജെനിയുടെ കാര്യം. അന്ന് അവൻ ഒഴിഞ്ഞു മാറി. ബട്ട് മൂന്നാറിൽ വെച്ച് അവനെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. അവൻ പറഞ്ഞുകൊണ്ട് നിക്കു പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. ഇത്രയും സ്നേഹം നിക്കുച്ചേട്ടൻ അവളോടുണ്ടായിരുന്നോ? എനിക്കും അതിശയമായിരുന്നു. ഇവിടെ സമ്മതിക്കോ ഇച്ചായ? ആമി, ജാതിയും മതവുമല്ല. സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഒരു മനസ്സുണ്ടോ? അത് മതി നല്ലൊരു ജീവിതത്തിന്. അതവനുണ്ട്. അവൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതയായിരിക്കും. ഞങ്ങൾക്ക് അത്രയും മതി. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ അവനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവൻ അവളുടെ നെറുകയിൽ തലോടി. വൈകിട്ട് ജെന്നി നിക്കു പറഞ്ഞത് പ്രകാരം അവൻ്റെ ഒപ്പം പോകാൻ റെഡിയായി. നിക്കു ബൈക്ക് എടുത്തിട്ട് വന്നു. അവൾ അവനോടൊപ്പം ബൈക്കിൽ കയറിയതും അവൻ ബൈക്കെടുത്തു. ജെനി, നിനക്ക് പഴയതുപോലെ ആയിക്കൂടെ? നിന്നെ ഇങ്ങനെ കാണാൻ ഭയങ്കര ബോറാണ് പെണ്ണെ. അതിനവൾ ഉത്തരമൊന്നും പറഞ്ഞില്ല. ജെനി, അതൊക്കെ മറന്നു കളഞ്ഞേക്കടി. നീയൊരു ദുസ്വപ്നം കണ്ടെന്ന് കരുതിയാൽ മതി മോളെ. ഞങ്ങളൊക്കെ ഇല്ലേടി കൂടെ. അതുപോലും ഇല്ലാത്ത എത്രയോ പെൺകുട്ടികളുണ്ട്. നിന്റെ ആങ്ങളയില്ലേ ജോ? അവ ശരിക്കും നിന്റെ ഭാഗ്യമാടി. നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നറിഞ്ഞിട്ടും ആർക്കും വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കുന്നില്ലേ നിന്നെ? ആർക്കും കിട്ടില്ലടി അങ്ങനെ ഒരുത്തനെ. സ്വന്തവും ബന്ധവും വില കൽപ്പിക്കാത്ത, സ്വന്തം കാര്യം മാത്രം നോക്കി മനുഷ്യർ ജീവിക്കുന്ന ഈ കാലത്ത് അവൻ നിന്റെ ഭാഗ്യമാണ് ജെനി. അവന് വേണ്ടിയെങ്കിലും നീ ഒന്ന് മാറിക്കൂടെ? ആ ചളിയൊക്കെ വാരി നിർത്തടി പെണ്ണെ. എത്ര നാളായി നിന്റെ നാവിൽ നിന്നും അതൊക്കെ കേട്ടിട്ട്? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ഞാൻ ശ്രമിക്കാം ഏട്ടാ, അവൾ മറുപടി പറഞ്ഞു. കുറച്ച് നിമിഷം കഴിഞ്ഞതും അവർ കടയിലെത്തി. നിക്കു അവളുമായി സാരി സെക്ഷനിലേക്ക് പോയി. ആർക്കാ ഡ്രസ്സ് എടുക്കുന്നേ? അവൾ സംശയത്തോട് ചോദിച്ചു. അമ്മയുടെയും അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ് നാളെ. അമ്മയ്ക്കൊരു സാരിയും അച്ഛനൊരു മുണ്ടും ഷർട്ടും എടുക്കാമെന്ന് കരുതി. അതാ, എനിക്ക് സെലക്ഷൻ ഇല്ലടി. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചുകൊണ്ട് വന്നത്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു. അവൾ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി നല്ലൊരു ബ്ലൂ കളർ സാരി സെലക്ട് ചെയ്തു. അവിടുന്ന് അവർ നേരെ ജെൻ സെക്ഷനിലേക്ക് പോയി. അവിടെ നിന്നും അച്ഛനൊരു റെഡ് കളർ ഷർട്ടും അതിന് ചേരുന്ന മുണ്ടും എടുത്തു. അപ്പോഴാണ് ഡിസ്പ്ലേയിൽ നല്ലൊരു ചെക്കിൻ്റെ ഷർട്ട് കിടക്കുന്നത് അവൾ കണ്ടത്. നിക്കുവേട്ടാ, എന്താടി? ദേ ഈ ഷർട്ട് നോക്കിക്കേ, നിക്കുവേട്ടന് നന്നായിട്ട് ചേരും. ഉറപ്പാണോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കെങ്ങനെ തോന്നി? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, നിനക്കങ്ങനെ തോന്നിയ സ്ഥിതിക്ക് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവൻ പറഞ്ഞുകൊണ്ട് സെയിൽസിൽ നിൽക്കുന്ന ആൺകുട്ടിയെ വിളിച്ച് അതെടുപ്പിച്ചു. അവൻ അതുമായി ട്രയൽ റൂമിലേക്ക് കയറി. അവൾ അവനെ നോക്കി അവിടെ നിന്നപ്പോഴാണ് അവളെ ആരോ നോക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ തോന്നിയ സ്ഥലത്തേക്ക് നോക്കിയെങ്കിലും അവിടെ ആരെയും കണ്ടില്ല. അവൾ കുറച്ചുകൂടി ട്രയൽ റൂമിൻ്റെ അടുത്തേക്ക് നിന്നു. അപ്പോഴും അവളെ ആരോ നോക്കുന്നത് പോലെ തോന്നി. അവൾക്കെന്തോ പേടി തോന്നി. അവൾ വേഗം ട്രയൽ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു. ഏട്ടാ, നിക്കുവേട്ടാ, അവൾ ഡോറിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. അവളുടെ വിളി കേട്ടതും അവൻ ഷർട്ട് പോലും ഇടാൻ നിൽക്കാതെ വാതിൽ തുറന്നു. അവൻ വാതിൽ തുറന്നതും അവൾ ഓടിച്ചെന്ന് അവനെ ഇറുക്കിപ്പിടിച്ചു. അവൻ ഷർട്ട് ഇട്ടെങ്കിലും ബട്ടൺസ് ഇട്ടിട്ടില്ലായിരുന്നു. അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് അവൾ മുഖം അമർത്തി അവനെ ഇറുക്കിപ്പിടിച്ചു. ജെനി, എന്താ? എന്തുപറ്റി? അവൻ ആവലാതിയോടെ അവളോട് ചോദിച്ചു. എന്നാൽ അവൾ അപ്പോഴും അവനെ ഇറുക്കിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ജെനി, എന്താടി? കാര്യം പറ. അവൻ ബലമായി അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അത് ആരോ ആരോ പിന്തുടരുന്നത് പോലെ. നമുക്ക് പോകാം ഏട്ടാ, എനിക്ക് പേടിയാകുന്നു പ്ലീസ്. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം, നീ വെളിയിലോട്ട് നിൽക്ക്. വേണ്ട, എനിക്ക് പേടിയാ, ഞാൻ ഇവിടെ നിന്നോളാം പ്ലീസ്. അവൾ അത്രയും പേടിയോട് പറഞ്ഞതും അവന് പിന്നെ എതിർക്കാൻ തോന്നിയില്ല. അവൻ ആ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടു. എങ്ങനെയുണ്ടടി, കൊള്ളാവോ? അവൻ പുരികം പൊക്കി ചോദിച്ചു. കൊള്ളാം, ഏട്ടന് ചേരുന്നുണ്ട്. അപ്പോൾ എടുക്കാം അല്ലേ? അവൾ തലയാട്ടി. ശരി, ഞാൻ ഈ ഡ്രസ്സ് മാറട്ടെ. അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ അടച്ചു. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഷർട്ട് മാറി അവൻ്റെ ഷർട്ട് എടുത്തിട്ടു. പിന്നെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബിൽ സെക്ഷനിലേക്ക് നടന്നു. ബില്ല് പേ ചെയ്തുകൊണ്ട് അവൻ ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു. നിക്കു ഫോൺ എടുത്ത് ആർക്കോ മെസ്സേജ് ചെയ്തു.
മഹാലക്ഷ്മി സിൽസിൻ്റെ CCTV ചെക്ക് ചെയ്. അവൻ മെസ്സേജ് ഇട്ടുകൊണ്ട് ബൈക്കിലേക്ക് കയറി അവളെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു. ദാ ഷർട്ട്. ജെനിയും നിക്കുവും പോയതും ചിന്നു ഷർട്ടുമായി മനുവിൻ്റെ മുറിയിലേക്ക് വന്നു. കഴുകിയോ ഷർട്ട്? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കഴുകി. തേച്ചോ? അവൻ വീണ്ടും ചോദിച്ചു. മനുവേട്ടൻ നോക്കിക്കോ, എന്തേലും പ്രശ്നമുണ്ടോയെന്ന്. എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ, അവൾ മുഖം കോട്ടി പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അത് വാങ്ങി അലമാരിയിലേക്ക് വെച്ചു. അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഒന്ന് നിന്നേ, അവൻ വിളിച്ചതും അവൾ നിന്നു. പിന്നെ തിരിഞ്ഞു നോക്കി. ഇപ്പോഴും പുച്ഛത്തിന് കുറവൊന്നുമില്ല അല്ലേ? അവൻ കൈകൾ മാറിൽ കെട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് പുച്ഛമൊന്നുമില്ല. ശരിക്കും? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അതിന് മനുവേട്ടൻ എന്തിനാ അടുത്തോട്ട് വരുന്നത്? അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ കയ്യിലേക്കും അവളെയും മാറി മാറി നോക്കി. പിന്നെ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പുറകിലേക്ക് വെച്ച് ലോക്കാക്കി. മനുവേട്ടാ. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പുരികം പൊക്കി. വിടുവോ? അവൾ ദയനീയമായി ചോദിച്ചു. ഇല്ല, പ്ലീസ്. ഇല്ല, വിടില്ല. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു. അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു. മിസ് ചിന്നു, ഉടനെ തന്നെ എൻ്റെ മിസ്സസ് ആകാൻ തയ്യാറായിക്കോ. അവൻ അവളുടെ മുടികളെ മാടി ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. എന്താ നോക്കുന്നേ? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. എന്താ പറഞ്ഞേ? അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. നീ ചിന്നു ലിബിനാകാൻ തയ്യാറായിക്കോ എന്ന്. അവൻ വീണ്ടും പറഞ്ഞതും അവൾ പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു. അവൻ പുറകിലേക്ക് ലോക്ക് ചെയ്ത് അവളുടെ കൈകളെ അയച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി. പിന്നെ അവൻ്റെ നെഞ്ചിൽ അടിക്കാനും മാന്താനും തുടങ്ങി.